ഹായ് ഹലോ നമസ്കാരം. ഇന്നലെ ഞാൻ എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്തായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത്. അപ്പം ഇത് അൺബോക്സിങ് അല്ല, കാര്യം ഞാൻ ഓൾറെഡി എൻ്റെ ക്യൂരിയോസിറ്റി കാരണം എല്ലാം അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് എനിക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് മോളുടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം കുറേ ടോയ്സും കുറേ ഡ്രസ്സസൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യം കിട്ടിയത് ഇത് അവൾക്ക് കൊടുക്കണോ ഞാൻ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഒരു വലിയ ടെഡി ബെയറാണ്. ആരാണ് ഗിഫ്റ്റ് ചെയ്തതെന്നൊന്നും അറിയില്ല, എന്നാൽ പോലും താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റ് തന്ന എല്ലാ ആളുകൾക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളത് ഇൻവൈറ്റ് ചെയ്തിട്ട് എത്തിച്ചേർന്ന എല്ലാ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് പെട്ടെന്ന് മറ്റ് ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കാണാം. പിന്നെ അടുത്തൊരു കുഞ്ഞി ടെഡി ബിയറാണ്. വലിയത് ഞാൻ അവിടെ വെച്ചു, അതിനും എനിക്കൊരു കണ്ണുണ്ട്. പിന്നെ ഉള്ളത് ഏതോ ഒരു ആൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കോഴിയാണ്. പിന്നെ ഉള്ളത് കുറേ ഡ്രസ്സസ്സാണ്. അതായത് നമുക്ക് കുഞ്ഞ് ഡ്രസ്സുകൾ കാണാനൊക്കെ എനിക്ക് ആദ്യം ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. അപ്പം സ്വന്തം കൈ കിട്ടുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന് കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. ഇത് വരണം. പിന്നെ ഉള്ളത് ഇത് വരണം. അടുത്തത് ഇത് വരണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു തലയിലിടുന്നൊരു ബാൻഡ് ഉണ്ട്. പിന്നെ വേറെ വെറൈറ്റി ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണിത്. എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട പിന്നെ ഉള്ളത് മറ്റേ പസിലില്ലേ, ഇത് കുറച്ചുകൂടെ വലുതായിട്ട് അവർക്ക് കളിക്കാൻ പറ്റുന്നൊരു ടോയാണ്. അങ്ങനെ പസിൽ അറേഞ്ച് ചെയ്തിട്ട് അതായത് എനിക്ക് തോന്നുന്നു ടൊമാറ്റോ ആണ് എന്ന് വിചാരിക്കുന്നു. ഈ പസിലിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്ന ഒരു ടോയ് ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, ഓരോന്നും തന്ന എല്ലാ ആളുകൾക്കും താങ്ക് യു സോ മച്ച്. എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ മറ്റേ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുന്ന ആ സാധനമില്ലേ, ഇത് കുറേ കാലം ഞാൻ തന്നെ കളിക്കേണ്ടി വരും അവൾ വലുതാകുന്നത് വരെ. ഇങ്ങനെ ഓരോ ബ്ലോക്കായിട്ട് എടുത്ത് വെച്ചിട്ട് എനിക്കൊന്നും ചെറുപ്പത്തിൽ കുറേ ഗിഫ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരെണ്ണമുള്ളത് മോഡേൺ ട്രെൻഡിങ് ഡ്രസ്സസ്സാണ്. ഇതിനൊരു സ്കേർട്ടാണ് വരുന്നത്. ഇതൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ്. ആരാ തന്നത് എന്തായാലും അറിയില്ല. എന്തായാലും താങ്ക് യു. ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഒരെണ്ണമുള്ളത് എല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചില ഡ്രസ്സൊക്കെ വലുതാണ്, കുറച്ച് വലുതായിട്ട് മാത്രം ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോപ്പും പിന്നെ ഒരു പാൻറ്റും ആണുള്ളത്. അടുത്തത് കാണിക്കാം. നല്ലൊരു ഉടുപ്പാണ്. അതിനൊരു പാൻറ്റീസും ഉണ്ട്. പിന്നെ ഒരെണ്ണം നല്ല ഗ്രീൻ കളറിൽ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഇതും അടിപൊളിയാണ്. ഇനി കുറേ കാലത്തേക്ക് ഡ്രസ്സസ് ഒന്നും വാങ്ങണ്ട. പക്ഷെ കുഞ്ഞു പിള്ളേർ പെട്ടെന്ന് വലുതായി പോകും. അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും പാകമാവാതെ ആവും. ഇങ്ങനെ ഒരു വൈറ്റ് ഇന്നർ വൈറ്റ് ഉള്ളിൽ വരുന്ന ഒരു അടിപൊളി ഒരു ഡ്രസ്സ്. താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. ഇതും ഒരു വെറൈറ്റിയാണ്. അങ്ങനെ അധികം കുത്തിക്കൊള്ളുന്ന അങ്ങനെയല്ല, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരെണ്ണമുള്ളത് ഇതാണ്. പിന്നെ ഉള്ളത് ഒരു മോഡേൺ യോയോ ഡ്രസ്സാണ്. ബട്ടർഫ്ലൈൻ്റെ ഒരു ഡ്രസ്സുണ്ട്. കളർ ചേഞ്ചാണ്, ഒരേ മോഡൽ തന്നെയാണ്, കളർ ചേഞ്ചാണ്. പിന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക്. എനിക്കിഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അവളുടെ പപ്പേൻ്റെ യൂണിഫോം പോലെയൊക്കെ ഇരിക്കും. അടുത്തത് ഈ രണ്ടെണ്ണം ഒരു ബ്ലൂവിലും ഒരു വൈറ്റ് ഹാഷ് കളറിൽ വരണം. ഇനി അടുത്തത് ഈ ഗ്രീനാണ്.
ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. മീൻസ് കുത്തിക്കൊള്ളുന്ന അങ്ങനെ നെറ്റ് മോഡലൊന്നും അല്ലാത്തതുകൊണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. മറ്റേ ചെറിയ പിള്ളേരൊന്നും അങ്ങനെ നെറ്റ് ഉള്ള ഡ്രസ്സൊന്നും അധികം ഇടാൻ അവർ സമ്മതിക്കുന്നുണ്ടാവില്ല, ചൂടോ കാര്യങ്ങളോ കൊണ്ടൊക്കെ. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പം അവർക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. ഒരെണ്ണം ഇതാണ്. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, താങ്ക് യു സോ മച്ച്. അടുത്തത് ഒരെണ്ണം ഇതാണ്. പിന്നെ അപ്പോൾ ഡ്രസ്സുകൾ ഇത്രയേ ഉള്ളൂ. ഇനിയുള്ളത് 2 സൈക്കിളും പിന്നെ ഊഞ്ഞാൽ, അതായത് നമ്മൾ ഹാങ് ചെയ്യുന്ന ഊഞ്ഞാലാടുന്ന അതില്ലേ, അതും ഒക്കെയാണുള്ളത്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാവർക്കും താങ്ക് യു.